ഹായ് ഫ്രണ്ട്സ്, സ്റ്റഡി ആൻഡ് വിൻ PSC ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് PSCയുടെ +2 ലെവൽ, ഡിഗ്രി ലെവൽ പ്രിലിംസിന് സഹായിക്കുന്ന ഇംഗ്ലീഷിലെ ഇമ്പോർട്ടൻറ്റ് ഇഡിയംസ് ആണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യമായി ഓൾ ഇയേഴ്സ് വെരി ഈഗർ ടു ഹിയർ, അതായത് കേൾക്കാൻ വളരെ താല്പര്യത്തോടെ ഇങ്ങനെ കാത്തിരിക്കുക, അതാണ് ഓൾ ഇയേഴ്സ് എന്ന് പറയുന്നത്. എല്ലാ ചെവിയും വെച്ച് കാത്തിരിക്കുക. ഇനി എ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി, എൻ ഇമേജിനറി സ്റ്റോറി യൂസ്ഡ് ആസ് എൻ എക്സ്ക്യൂസ്, അതായത് കെട്ടുകഥ പറയുക, ഒരു എക്സ്ക്യൂസിന് വേണ്ടി കെട്ടുകഥ പറയുന്നതിനാണ് എ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറയുന്നത്. ഇത് PSC ചോദിച്ചതാണ്. അറ്റ് ദ 11th hour, അറ്റ് ദ ലാസ്റ്റ് പോസിബിൾ മൊമെന്റ്, ഏറ്റവും അവസാനത്തെ നിമിഷം, അതാണ് അറ്റ് ദ 11th hour എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറ്റ് ദ ലാസ്റ്റ് പോസിബിൾ മൊമെന്റ്. എ സ്നേക്ക് ഇൻ ദ ഗ്രാസ്, എ ഡെസീറ്റ്ഫുൾ പേഴ്സൺ ഹൂ പ്രിറ്റൻസ് ടു ബി എ ഫ്രണ്ട്, അതായത് ഫ്രണ്ട് ആണെന്ന് അഭിനയിക്കുന്ന ഒരു ശത്രു അല്ലെ ചതിക്കുന്ന ഒരാൾ, അതാണ് എ സ്നേക്ക് ഇൻ ദ ഗ്രാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ ക്യൂർ ഫിഷ്, എ പേഴ്സൺ ഓഫ് സ്ട്രേഞ്ച് ബിഹേവിയർ, അതായത് ഒരു അപരിചിതമായി പെരുമാറുന്ന ഒരാൾ, അതാണ് എന്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എ ക്യൂർ ഫിഷ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ആപ്പിൾ പി ഓർഡർ, പെർഫെക്റ്റ്, അതായത് ആപ്പിൾ പി ഓർഡർ, ഒരു ഓർഡർ അല്ലെ, ആപ്പിൾ പി ഓർഡർ എന്ന് പറയുമ്പോൾ പെർഫെക്റ്റ്. എ സ്റ്റോൺസ് ത്രോ, എ ഷോർട്ട് ഡിസ്റ്റൻസ്, അതായത് ഒരു കല്ലെറിയുന്ന ദൂരം അല്ലെ, വളരെ ചെറിയ ഡിസ്റ്റൻസ്. എ സ്റ്റോൺസ് ത്രോ, എ ഷോർട്ട് ഡിസ്റ്റൻസ്. At 6s and 7s, in a state of confusion or in complete disorder, അതായത് at 6s and 7s എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ അല്ലെങ്കിൽ കംപ്ലീറ്റ് ഡിസോർഡർ. ആപ്പിൾ ഓഫ് ഡിസ്കോർഡ്, കോസ് ഓഫ് ഡിസ്പ്യൂട്ട്, അതായത് ഒരു അടിപിടിയുടെ കാരണം, അതിനെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് കണ്ട് ഉദ്ദേശിക്കുന്നത്. എ വൈൽഡ് ഗൂസ് ചേസ്, ഫൂളിഷ് ഓർ ഹോപ്പ്ലെസ് സെർച്ച്, എന്താണ് വൈൽഡ് ഗൂസ് ചേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഫൂളിഷ് അല്ലെങ്കിൽ ഹോപ്പ്ലെസ് ആയിട്ടുള്ള സെർച്ച്, അതായത് എന്താ പറയുക, ഒരു അർത്ഥം ഇല്ലാത്തൊരു അന്വേഷണം. എറ്റ് എൻ ആംസ് ലെങ്ത്, ടു കീപ് അവേ അറ്റ് എ ഡിസ്റ്റൻസ്, ഒരു കൈ ദൂരം നമ്മൾ മാറ്റി നിർത്തുന്നതിനാണ് എറ്റ് എൻ ആംസ് ലെങ്ത് എന്ന് പറയുന്നത്. എ പൈപ്പ് ഡ്രീം, എൻ ഇംപ്രാക്ടിക്കബിൾ പ്ലാൻ, അതായത് പൈപ്പ് ഡ്രീം എന്ന് പറയുന്നത് നമുക്ക് പ്രാക്ടിക്കൽ ആക്കാൻ പറ്റാത്ത ഒരു പ്ലാൻ ആയിരിക്കും. At all costs, regardless of the price or effort, അതായത് എന്ത് വില കൊടുത്തും ചെയ്യൂലേ അത്. At all costs, regardless of the price or effort. അപ്പൊ എന്തൊക്കെ നമ്മൾ ഈ സ്ലൈഡിൽ പറഞ്ഞത്, all ears, very eager to hear, a cock and bull story, an imaginary story used as an excuse, at the 11th hour, at the last possible moment, a snake in the grass, a deceitful person who pretends to be a friend, എ ക്യൂർ ഫിഷ്, എ പേഴ്സൺ ഓഫ് സ്ട്രേഞ്ച് ബിഹേവിയർ, ഇതെല്ലാം ചോദിച്ചതാണ് കേട്ടോ. ആപ്പിൾ പി ഓർഡർ, പെർഫെക്റ്റ്. എ സ്റ്റോൺസ് ത്രോ, എ ഷോർട്ട് ഡിസ്റ്റൻസ്. അറ്റ് 6s and 7s, ഇൻ എ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ ഓർ ഇൻ കംപ്ലീറ്റ് ഡിസോർഡർ. ആപ്പിൾ ഓഫ് ഡിസ്കോർഡ്, കോസ് ഓഫ് ഡിസ്പ്യൂട്ട്. എ വൈൽഡ് ഗൂസ് ചേസ്, ഫൂളിഷ് ഓർ ഹോപ്പ്ലെസ് സെർച്ച്. അറ്റ് എൻ ആംസ് ലെങ്ത്, ടു കീപ് അവേ അറ്റ് എ ഡിസ്റ്റൻസ്. എ പൈപ്പ് ഡ്രീം, എൻ ഇംപ്രാക്ടിക്കബിൾ പ്ലാൻ. At all costs, regardless of the price or effort. To drive home, to emphasize, ഊന്നൽ കൊടുക്കുക, അതാണ് to drive home എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Kick the bucket, die, ഇതൊക്കെ പലതവണ ചോദിച്ചതാണ്. kick the bucket ഒക്കെ die അല്ലെങ്കിൽ മരിക്കുക എന്നതാണ് അർത്ഥം. A fish out of water, to be in an uncomfortable position, നമുക്ക് മീനെ പിടിച്ച് വെള്ളത്തിന് പുറത്തിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അത് ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻ അല്ലേ, അത് തന്നെയാണ് ഇത്. A fish out of water, to be in an uncomfortable position. A dark horse, a person whose abilities are hidden or unknown, അതായത് ഒരാളെ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ അയാളുടെ എബിലിറ്റീസ് ഒന്നും നമുക്ക് മനസ്സിലാകുന്നില്ല, അതെന്താണ്, ഹിഡൻ ആണ്, ഒളിപ്പിച്ചു വെച്ച പോലെ ഒരു കുറെ കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്, അല്ലെങ്കിൽ നമുക്ക് അറിയില്ല അയാളുടെ കഴിവ്, അതിനാണ് ഇത് പറയുന്നത് ഡാർക്ക് ഹോഴ്സ്. എ വെറ്റ് ബ്ലാങ്കറ്റ്, എ പേഴ്സൺ ഹൂ സ്പോയിൽസ് അതർ പീപ്പിൾസ് ഹാപ്പിനെസ്, അതായത് നനഞ്ഞ പുതപ്പ് പുതയ്ക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്താണ്, നനഞ്ഞ പുതപ്പ് ഉള്ളതിലും അസ്വസ്ഥയാണ്, നമ്മളിപ്പോ തണുപ്പിന് വേണ്ടിയിട്ടാണ് പുതയ്ക്കുന്നത്, അപ്പൊ ആ സമയം നനഞ്ഞ തണുപ്പാണെങ്കിലോ. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എ വെറ്റ് ബ്ലാങ്കറ്റ് എന്ന് വെച്ചാൽ
ഒരു ആള്, അയാൾ എന്താ മറ്റുള്ളവരെ സന്തോഷം നശിപ്പിക്കുന്ന ഒരാള്. എ പേഴ്സൺ ഹൂ സ്പോയിൽസ് അതർ പീപ്പിൾസ് ഹാപ്പിനെസ്. ആസ് ഷാർപ്പ് ആസ് നീഡിൽ, ടു ബി അലേർട്ട് ആൻഡ് ഇന്റലിജന്റ്. അതായത് ഒരു നീഡിൽ, സൂചിയെ പോലെ ഷാർപ്പായിട്ടിരിക്കാനാണ്. അതായത് എന്തായിരിക്കണം? അലേർട്ട് ആയിരിക്കണം, അതുപോലെ തന്നെ ഇന്റലിജന്റും ആയിരിക്കണം. എ ഹാർഡ് നട്ട് ടു ക്രാക്ക്, എ ഡിഫിക്കൽട്ട് പ്രോബ്ലം ടു സോൾവ്. ഓർക്കുക, ഹാർഡ് നട്ട് അല്ലെ, ക്രാക്ക്, ഹാർഡ് നട്ട് ടു ക്രാക്ക് എന്ന് വെച്ചാൽ ഒരു ഡിഫിക്കൽട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായ ഒരു ഡിഫിക്കൽട്ട് പ്രോബ്ലം. എ ബുൾ ഇൻ എ ചൈന ഷോപ്പ്, എ പേഴ്സൺ ഹൂ ഈസ് റഫ് ആൻഡ് ക്ലംസി. അതായത് ബുൾ ഇൻ ചൈന ഷോപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാൾ, അയാളെ എന്താ പറയാ, ഒരു മന്ദബുദ്ധിയോ എന്താ പറയുക, ഒരു കാര്യമായ ഒരു നെർവിന്റെ കോർഡിനേഷനോ ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഒരു തരിപ്പിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരാള്. അയാളെ കൊണ്ടാണ് എന്ത് ഉദ്ദേശിക്കുന്നത്? എ ബുൾ ഇൻ എ ചൈന ഷോപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ ബേക്കേഴ്സ് ഡസൻ, 13. അപ്പൊ ഇതൊക്കെ ചോദിച്ചതാണ്, അപ്പൊ അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാത്തത് കുറവാണ് ഇതിനകത്ത്. എ ബേക്കേഴ്സ് ഡസൻ ഒക്കെ പലതവണ ചോദിച്ചതാണ്, 13 ആണ്. ബാർക്കിംഗ് അപ്പ് ദ റോങ് ട്രീ, അക്യൂസിംഗ് ദ റോങ് പേഴ്സൺ ഓർ ലുക്കിംഗ് ഇൻ ദ റോങ് പ്ലേസ്. അതായത് ബാർക്കിംഗ് അപ്പ് ദ റോങ് ട്രീ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് കുറ്റവാളി അല്ലാത്ത ഒരാളെ നമ്മൾ എന്താക്കുക? കുറ്റവാളിയാക്കുക. അതുപോലെ എന്താണ്? അപ്പൊ ബാർക്കിംഗ് അപ്പ് ദ റോങ് ട്രീ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്യൂസിംഗ് ദ റോങ് പേഴ്സൺ ഓർ ലുക്കിംഗ് ഇൻ ദ റോങ് പ്ലേസ്. അതായത് കുറ്റവാളി അല്ലാത്ത ഒരാളെ കുറ്റവാളിയാക്കുക, അല്ലെങ്കിൽ എന്താക്കുക? നമ്മൾ നോക്കേണ്ട സ്ഥലത്ത് നോക്കാതെ മറ്റൊരു റോങ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് നോക്കുക. അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ബാഗ് ആൻഡ് ബാഗേജ്, കംപ്ലീറ്റ്ലി. ബാഗ് ആൻഡ് ബാഗേജ് എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട്, കംപ്ലീറ്റ്ലി. ബീറ്റ് അബൌട്ട് ദ ബുഷ്, ഇതൊക്കെ ചോദിച്ചതാണ്. ഡിസ്കസ് എ മാറ്റർ വിത്തൗട്ട് കമ്മിങ് ടു ദ പോയിന്റ്. അതായത് കറക്റ്റ് ആയിട്ട് പറയേണ്ട കാര്യം പറയാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു കാര്യം. അതാണ് ബീറ്റ് അബൌട്ട് ദ ബുഷ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു കട്ട് ദ കോർണേഴ്സ്, ടു ഡു സംതിങ് ബാഡ്ലി ഓർ ചീപ്ലി ടു സേവ് മണി ഓർ ടൈം. അതായത് പൈസയോ അല്ലെങ്കിൽ സമയമോ ഒക്കെ എന്താ പറയാ, അതൊക്കെ സേവ് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുക. അതാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടു കട്ട് ദ കോർണേഴ്സ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നോക്കുക, ടു കട്ട് ദ കോർണേഴ്സ് മീൻസ് ടു ഡു സംതിങ് ബാഡ്ലി ഓർ ചീപ്ലി ടു സേവ് മണി ഓർ ടൈം. അടുത്തത് ടു ഷോ ദ വൈറ്റ് ഫെദർ, ടു ഷോ സൈൻസ് ടു കവാർഡൈസ്. അതായത് പേടിക്കുന്നത് പോലെ തോന്നുക. ടു ഷോ ദ വൈറ്റ് ഫെദർ എന്ന് വെച്ചാൽ പേടിക്കുക തന്നെ. അതായത് എന്തെങ്കിലും കണ്ടിട്ട് ഇങ്ങനെ പേടിച്ച് നിൽക്കൂല, അതിനാണ് ടു ഷോ ദ വൈറ്റ് ഫെദർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ധൈര്യമില്ലാത്ത അവസ്ഥ. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഈ സ്ലൈഡിൽ പറഞ്ഞത്? ടു ഡ്രൈവ് ഹോം, ടു എംഫസൈസ്, കിക്ക് ദ ബക്കറ്റ്, ഡൈ, എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ, ടു ബി ഇൻ an uncomfortable position, a dark horse, a person whose abilities are hidden or unknown, a wet blanket, a person who spoils other people's happiness, as sharp as needle, to be alert and intelligent, a hard nut to crack, a difficult problem to solve, a bull in a china shop, a person who is rough and clumsy, a baker's dozen, 13, barking up the wrong tree, accusing the person or looking in the wrong place, accusing the wrong person or looking in the wrong place, bag and baggage, completely, beat about the bush, discuss a matter without coming to the point, to cut the corners, to do something badly or cheaply to save money or time, to show the white feather, to show signs to cowardice. അടുത്തത് ബ്രേക്ക് എ ലെഗ്, ടു വിഷ് ഗുഡ് ലക്ക്. ഗുഡ് ലക്ക് വിഷ് ചെയ്യുന്നതിനാണ് ബ്രേക്ക് എ ലെഗ് എന്ന് പറയുന്നത്, ചോദിച്ചതാണ്. ബി ഇൻ ദ റെഡ്, മേക്കിംഗ് ഫിനാൻഷ്യൽ ലോസ്, സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നതിനാണ് ബി ഇൻ ദ റെഡ് എന്ന് പറയുന്നത്. ചിക്കൻ ഹാർട്ടഡ്, ഈസിലി ഫ്രൈറ്റൻഡ്, എളുപ്പത്തിൽ പേടിക്കുന്ന ഒരവസ്ഥയ്ക്കാണ് ചിക്കൻ ഹാർട്ടഡ് എന്ന് പറയുന്നത്. ക്രൊക്കോഡൈൽ ടിയേഴ്സ്, ടിയേഴ്സ് ദാറ്റ് ആർ ഇൻസിൻസിയർ, ആത്മാർത്ഥത ഇല്ലാത്ത കണ്ണീരിനാണ് ക്രൊക്കോഡൈൽ ടിയേഴ്സ് എന്ന് പറയുന്നത്. മുതലക്കണ്ണീർ എന്ന് പറയുന്നില്ലേ മലയാളത്തിൽ, അത് തന്നെ. ഡച്ച് കറേജ്, ഫോൾസ് സെൻസ് ഓഫ് ബ്രേവറി ഫ്രം ലിക്വറിംഗ്, അതായത് മദ്യപാനം കൊണ്ടുണ്ടാകുന്ന ആ ധൈര്യം ഉണ്ടല്ലോ, അത് കുടിച്ചത് കൊണ്ടുണ്ടാകുന്ന ധൈര്യം, അതിനാണ് ഡച്ച് കറേജ് എന്ന് പറയുന്നത്. ഇത് ചോദിച്ചതാണ് കേട്ടോ. ഡോഗ്സ് ലൈഫ്, മിസറബിൾ ലൈഫ്. ഡോഗ്സ് ലൈഫ് എന്ന് വെച്ചാൽ മിസറബിൾ ലൈഫ്. പിന്നെ ഗോ ടു ഡോഗ്സ് എന്ന് പറഞ്ഞാൽ റൂയിൻ അല്ലെങ്കിൽ നശിക്കുക എന്നതാണ് അർത്ഥം കേട്ടോ. അങ്ങനെ അത് ഞാൻ അവിടെ കൊടുത്തിട്ടില്ല, അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കാം. ബ്ലാക്ക് ഷീപ്പ്, എ ഡിസ്റെപ്യൂട്ടബിൾ മെമ്പർ ഓഫ് എ ഫാമിലി ഓർ എ ഗ്രൂപ്പ്,
അതായത് റെപ്യൂട്ടബിൾ അല്ലാത്ത ഒരു ഫാമിലിയിലെ അംഗത്തെയാണ് എന്ത് പറയുന്നത്, ബ്ലാക്ക് ഷീപ്പ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലായാലും, ഫാമിലിയിലെ മാത്രമല്ല ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലായാലും മതി, ഡിസ്റെപ്യൂട്ടബിൾ ആയിട്ടുള്ള മെമ്പർക്കാണ് എന്ത് പറയുന്നത്, ബ്ലാക്ക് ഷീപ്പ് എന്ന് പറയുന്നത്. ഡൈ ഇൻ ഹാർനസ്, ടു ഡൈ ഓൺ ഡ്യൂട്ടി, ഡ്യൂട്ടിയിലിരിക്കുമ്പോൾ മരിക്കുന്നതിനാണ് ഡൈ ഇൻ ഹാർനസ് എന്ന് പറയുന്നത്. ഈറ്റ് ഹംബിൾ പൈ, ടു അപ്പോളജൈസ് ഹംബ്ലി, അതായത് ഈറ്റ് ഹംബിൾ പൈ എന്ന് വെച്ചാൽ എന്താ പറയുക, ഹംബിൾ ആയിട്ട് നമ്മൾ അപ്പോളജൈസ് ചെയ്യൂലേ, എന്താ പറയുക, കുറ്റമൊക്കെ ഏറ്റു പറയുകയൊക്കെ ചെയ്യില്ല, അങ്ങനെ. ഈറ്റ് ഹംബിൾ പൈ എന്ന് വെച്ചാൽ ടു അപ്പോളജൈസ് ഹംബ്ലി. ഫ്രഞ്ച് ലീവ്, ആബ്സെൻസ് വിത്തൗട്ട് പെർമിഷൻ. അപ്പോൾ ഫ്രഞ്ച് ലീവ് എന്ന് വെച്ചാൽ നമ്മൾ പെർമിഷൻ ഇല്ലാതെ എന്താക്കുക, ആബ്സെന്റ് ആവുന്നതിനാണ് പറയുന്നത്. ഫെയർ ആൻഡ് സ്ക്വയർ, ഹോണസ്റ്റ്. അപ്പോൾ ഓർക്കുക, ഫെയർ ആൻഡ് സ്ക്വയർ എന്ന് വെച്ചാൽ ഹോണസ്റ്റ് ആണ്. ഗെറ്റ് ഓൺ നെർവ്സ്, ഇറിറ്റേറ്റ്സ്. ഗെറ്റ് ഓൺ നെർവ്സ് എന്ന് വെച്ചാൽ ഇറിറ്റേറ്റ് ആവുക, നമുക്കിങ്ങനെ അസ്വസ്ഥത ഉണ്ടാവുക, അതിനാണ് ഗെറ്റ് ഓൺ നെർവ്സ് എന്ന് പറയുന്നത്. ഹാൻഡ് ആൻഡ് ഗ്ലോവ്, വെരി ഫ്രണ്ട്, അതായത് ഇത് ചോദിച്ചതാണ്. ഹാൻഡ് ആൻഡ് ഗ്ലോവ് എന്ന് വെച്ചാൽ വെരി ഫ്രണ്ട്. ഹാർട്ട് ആൻഡ് സോൾ, എൻറ്റയർലി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി. ഹാർട്ട് ആൻഡ് സോൾ എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി. ഹോബ്സൺസ് ചോയ്സ്, നോ ചോയ്സ് അറ്റ് ഓൾ, ഇതൊക്കെ ചോദിച്ചതാണ്. ഹോബ്സൺസ് ചോയ്സ്, നോ ചോയ്സ് അറ്റ് ഓൾ. പിന്നെ റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്, ഇതും ചോദിച്ചതാണ്. റെയിനിങ് ഹെവിലി, ഹെവി ആയിട്ടുള്ള മഴ പെയ്യുന്നതിനാണ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറയുന്നത്. അടുത്തത് ഹെഡ് ഓവർ ഹീൽസ്, എക്സൈറ്റഡ്. ഹെഡ് ഓവർ ഹീൽസ് എന്ന് വെച്ചാൽ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുക എന്നുള്ളത്, അതിനാണ് ഹെഡ് ഓവർ ഹീൽസ് എന്ന് പറയുന്നത്. ഹോട്ട് അണ്ടർ ദ കോളർ, ആംഗ്രി. അപ്പൊ ഇതൊന്നും പ്രത്യേകം ഓർക്കുക. ഹോട്ട് അണ്ടർ ദ കോളർ എന്ന് വെച്ചാൽ ആംഗ്രി അല്ലെങ്കിൽ ദേഷ്യം പിടിക്കുക. ഇൻ എ നട്ട്ഷെൽ, ഇൻ ദ ഫ്യൂവസ്റ്റ് വേർഡ്സ് പോസിബിൾ. ഇൻ എ നട്ട്ഷെൽ എന്ന് വെച്ചാൽ ഏറ്റവും ചുരുങ്ങിയ വേർഡ്സിൽ നമ്മൾ കാര്യം പറയാം. ഇൻ കോൾഡ് ബ്ലഡ്, ക്രൂവലി. കോൾഡ് ബ്ലഡ് എന്ന് വെച്ചാൽ ക്രൂരമായി. ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്, ടെൽ സീക്രട്ട് ബൈ മിസ്റ്റേക്ക്. അതായത് ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് വെച്ചാൽ പൂച്ച പുറത്ത് ചാട്, എന്താ നമ്മൾ പറയാ, അതായത് നമ്മൾ ഒരു തെറ്റ് നമ്മൾ രഹസ്യമാക്കി വെച്ച കാര്യം നമ്മൾ ഒരു മിസ്റ്റേക്കിന് അല്ലെങ്കിൽ പറഞ്ഞു പോവുക, അതിനാണ് ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറയുന്നത്. ലീപ്സ് ആൻഡ് ബൗൺസ്, ക്വിക്ക് പ്രോഗ്രസ്. ലീപ്സ് ആൻഡ് ബൗൺസ് എന്ന് വെച്ചാൽ പെട്ടെന്നുള്ള പുരോഗതി. മദർ വിറ്റ്, നാച്ചുറൽ കോമൺ സെൻസ്. ഇതൊക്കെ ചോദിച്ചതാണ്. മദർ വിറ്റ് എന്ന് വെച്ചാൽ നാച്ചുറൽ ആയിട്ടുള്ള കോമൺ സെൻസിനാണ് മദർ വിറ്റ് എന്ന് പറയുന്നത്. നിപ്പ് ഇൻ ദ ബഡ്, സ്റ്റോപ്പ് സംതിങ് ബിഫോർ ഇറ്റ് ഹാസ് ചാൻസ് ടു ഡെവലപ്പ്. നമ്മൾ മുളയിലേ നുള്ള എന്ന് പറയുന്നില്ലേ, അത് തന്നെയാണ് നിപ്പ് ഇൻ ദ ബഡ്. സ്റ്റോപ്പ് സംതിങ് ബിഫോർ ഇറ്റ് ഹാസ് എ ചാൻസ് ടു ഡെവലപ്പ്. ഡെവലപ്പ് ആവുന്നതിന് മുമ്പുള്ള ഒരു കാര്യം അങ്ങ് സ്റ്റോപ്പ് ആക്കുക. വൺസ് ഇൻ എ ബ്ലൂ മൂൺ, വെരി റെയർലി. ഇതും ചോദിച്ചതാണ്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് വെച്ചാൽ വെരി റെയർലി. ഓവർ ദ മൂൺ, എക്സ്ട്രീംലി ഹാപ്പി. ഓവർ ദ മൂൺ എന്ന് വെച്ചാൽ വളരെ ഹാപ്പി. ഓൺ ആൻഡ് ഓഫ്, വെരി ഓഫൺ. ഓൺ ആൻഡ് ഓഫ് എന്ന് വെച്ചാൽ ഇടയ്ക്കിടെ, വെരി ഓഫൺ. പാർ എക്സലൻസ്, ഇതും ചോദിച്ചതാണ്. എബവ് ഓൾ, എല്ലാത്തിനും മീതെ, അതാണ് പാർ എക്സലൻസ് എന്ന് പറയുന്നത്. പാരിഷ് പമ്പ്, ലോക്കൽ പൊളിറ്റിക്സ്. അപ്പോൾ പാരിഷ് പമ്പ് എന്ന് വെച്ചാൽ, പമ്പ്സ് എന്ന് വെച്ചാൽ ലോക്കൽ പൊളിറ്റിക്സ്. പ്രോസ് ആൻഡ് കോൺസ്, ഫോർ ആൻഡ് എഗെയിൻസ്റ്റ്. അപ്പോൾ പ്രോസ് ആൻഡ് കോൺസ് എന്ന് വെച്ചാൽ ഫോറും അതുപോലെ തന്നെ എഗെയിൻസ്റ്റ് എതിരും. അപ്പോൾ പ്രോസ് ആൻഡ് കോൺസ്, ഫോർ ആൻഡ് എഗെയിൻസ്റ്റ്. റെയിൻ കാറ്റ്സ് ആൻഡ് ഡോഗ്സ്, ടു റെയിൻ വെരി ഹെവിലി. അപ്പോൾ റെയിൻ കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് വെച്ചാൽ ടു റെയിൻ വെരി ഹെവിലി. റെഡ് ലെറ്റർ ഡേ, സാഡ് ഡേ. അതായത് റെഡ് ലെറ്റർ ഡേ എന്ന് വെച്ചാൽ നമുക്ക് വളരെ ദുഃഖമുള്ള ഒരു ദിവസം, അതിനാണ് റെഡ് ലെറ്റർ ഡേ എന്ന് പറയുന്നത്. സ്മെൽ എ റാറ്റ്, സസ്പെക്ട് ദാറ്റ് സംതിങ് ഈസ് റോങ്. അതായത് എന്തെങ്കിലും ഒന്ന് എന്താ പറയാ, ഒരു എന്തോ ഒരു സംതിങ് റോങ് ഉണ്ടല്ലോ നമ്മൾ സംശയിക്കില്ല, അതാണ് സ്മെൽ എ റാറ്റ് എന്ന് പറയുന്നത്. സ്വാൻ സോങ്, എ പേഴ്സൺസ് ലാസ്റ്റ് പെർഫോമൻസ്. ഒരാളുടെ ഇപ്പോൾ ഒരു പാട്ടാണെങ്കിൽ അവസാനത്തെ പാട്ട്, അങ്ങനെയൊക്കെ പറയില്ല, അതാണ് സ്വാൻ സോങ് എന്ന് പറയുന്നത്. എ പേഴ്സൺസ് ലാസ്റ്റ് പെർഫോമൻസ്. ടു ബിൽഡ് കാസിൽ ഇൻ ദ എയർ, ടു ഫോം ഇമാജിനറി പ്ലാൻസ്. അതായത് നമ്മൾ മലയാളത്തിലൊക്കെ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്നൊക്കെ പറയില്ലേ, അതായത് നമ്മൾ എന്തെങ്കിലും ഉണ്ടെന്നൊക്കെ വിചാരിച്ച് സങ്കല്പിക്കുന്ന ഒരു അവസ്ഥ, അതിനാണ് എന്ത് പറയുന്നത്, ബിൽഡ് കാസിൽ ഇൻ ദ എയർ എന്ന് പറയുന്നത്. ഇമാജിനറി, അതായത് സാങ്കല്പികമായിട്ടുള്ള പദ്ധതികൾ. എ ബിഗ് ബഗ്, എ പേഴ്സൺ ഓഫ് ഇമ്പോർട്ടൻസ്. ബിഗ് ബഗ് എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ. ടു ബി ഇൻ ദ ബ്ലൂസ്, ടു ബി ഡിപ്രസ്ഡ്. അപ്പോൾ ഓർക്കുക, ടു ബി ഇൻ ദ ബ്ലൂസ് എന്ന് പറഞ്ഞാൽ ടു ബി ഡിപ്രസ്ഡ്, ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുക. ടു ത്രോ മഡ് അറ്റ്, ടു ക്രിട്ടിസൈസ് ഓർ ഇൻസൾട്ട്. അതായത് ചെളി വാരി എറിയാൻ നിങ്ങൾ കേട്ടിട്ടില്ലേ, അതാണ് ടു ത്രോ മഡ് അറ്റ്. അതായത് കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം. തിക്ക് ആൻഡ് തിൻ, അണ്ടർ ഓൾ കണ്ടീഷൻസ്. അപ്പോൾ ഓർക്കുക, തിക്ക് ആൻഡ് തിൻ, അണ്ടർ ഓൾ കണ്ടീഷൻസ്.
അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും തന്ന ഇഡിയംസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ പരീക്ഷയ്ക്ക് മുമ്പ് ചോദിച്ചതും പിന്നെ അത്യാവശ്യം ചോദിക്കാൻ സാധ്യതയുള്ളതും ഒക്കെയാണ് തന്നിട്ടുള്ളത്. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.